ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ ജനറൽ ഗൈഡൻസ് ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. അത് യൂണിവേഴ്സിൽ നിന്നാവാം. ഓക്കെ, ഒരു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അറിയാൻ ഉള്ള ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണ് മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചായിരിക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വേൾഡ് ആണ്. ഓക്കെ, ഏസ് ഓഫ് സോർഡ്സ്, ജഡ്ജ്മെന്റ്, ബ്യൂട്ടിഫുൾ, സൺ, ഓക്കെ. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടെൻ ഓഫ് കപ്സ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇത്രയും കാലം വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരി, ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സിനെ പഴി പറഞ്ഞിട്ടുണ്ടാവും, ദൈവത്തിനോട് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ പലതവണ നിങ്ങൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, എനിക്ക് എന്താണ് ഇങ്ങനെ വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് മാത്രം എന്തത്ര വിഷമം എന്ന രീതിക്ക് നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കാണാം. ഓക്കെ, ആ ഒരു സങ്കടങ്ങൾക്ക്, ഓക്കെ, നിങ്ങളുടെ ഒരു വിഷമങ്ങൾക്ക് എല്ലാം യൂണിവേഴ്സായിട്ടൊരു മാറ്റം കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, നിങ്ങൾക്കൊരു യൂണിവേഴ്സ് പറയുന്നുണ്ട്, കഴിഞ്ഞു ഈ ഒരു പീരീഡ് നിങ്ങളുടെ, യെസ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു വിഷമത്തിൻ്റെ ഒരു സമയം കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇനി ഈ ഒരു ഇങ്ങനെ എന്താ പറയുക, രണ്ട് വഴിക്ക്, ഏത് വഴിക്ക് ഞാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ്റെ ഒരു പീരീഡിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷങ്ങൾ കൊണ്ടുവരുന്നു എന്ന രീതിക്കാണ് ഇവിടെ ആദ്യം തന്നെ ഒരു മെസ്സേജ്. അതിന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സക്സസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ചില സൈക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ എൻഡ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ അനുഭവിച്ച ചില വിഷമങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില എന്ത് തന്നെ ആയാലും, ഈവൻ ഹെൽത്ത് വൈസ് ആയാലും ശരി, ഹെൽത്തിൻ്റെ കാര്യത്തിൽ, നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിൽ, നിങ്ങളുടെ ഫാമിലിയിൽ, റിലേഷൻസിൽ എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം എന്ത് തരത്തിലായാലും ശരി, ഓക്കെ, അതിനെല്ലാത്തിനും ഒരു അവസാനം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളൊരു ന്യൂ സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ ബിഗിൻ ആവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി എന്ന രീതി പറയും. അല്ലെങ്കിൽ ശരിക്കും യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ, സത്യങ്ങൾ ചിലപ്പോൾ വെളിപ്പെടുത്തും. ആ സത്യങ്ങൾ നിങ്ങൾക്ക്, നമ്മൾ എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് എപ്പോഴും അത് കാണിക്കുന്നത് നമ്മുടെ മുമ്പിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന സമയത്തെ അത് കൊണ്ടുവരുള്ളൂ. അതൊരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കതൊരു വിഷമമുണ്ടാക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതി ചിലപ്പോൾ ശരിയാവില്ല എന്നറിഞ്ഞ് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ കാണിച്ചു തരില്ല. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് ഇപ്പോൾ റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും. ആ സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോവാം. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരുന്നു എന്നാണ്. ഓക്കെ, ചില ക്ലാരിറ്റി കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് ഒരു ആക്ഷൻ വരുന്നു നിങ്ങളുടെ ലൈഫിൽ. ഒന്നാമത്തെ കാര്യം, ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് വരുന്നു എന്ന രീതിയിലാണ്. പുതിയ ചിന്തകൾ, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ചില സൈക്കിൾസ് എൻഡ് ആവാനുണ്ട്. ഓക്കെ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് സമയമാണ്. ജഡ്ജ്മെൻറ്റ് സമയം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സായിട്ട് ആക്ച്വലി നിങ്ങൾ തന്നെ തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, അല്ലാതെ യൂണിവേഴ്സ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തും. അതായത് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, ഓക്കെ, എൻ്റെ ലൈഫിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ തെറ്റായത് എന്ത്, ശരിയായത് എന്ത്, എന്നോട് ആര് തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ തെറ്റായി നടന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്താണ്, ഞാൻ ചെയ്തതിൽ ശരികൾ എന്താണ്, തെറ്റെന്താണ്, നിങ്ങളത് ഫേസ് ചെയ്യേണ്ട ഒരു സമയം വരും. ഓക്കെ, ചില സമയത്ത് ചെറിയ മിസ്റ്റേക്സ് നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവും, ചിലത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ടാവും. ഓക്കെ, പക്ഷെ അതിന് നിങ്ങൾ തയ്യാറായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നിങ്ങൾ ഓക്കെ, ഇനി എന്ത് സംഭവിച്ചാലും, കാരണം നമ്മൾ ചിലത് വിട്ടുകളയാൻ നമ്മുടെ മനസ്സിൽ മടി ഉണ്ടാവും.
കാരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പിന്നിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അത് ഓർത്തിട്ട് നമ്മൾ പല കാര്യങ്ങളും വിട്ട് കളയാൻ നമ്മൾ മടിക്കും. ബട്ട് ഇവിടെ യൂണിവേഴ്സ് അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നിട്ടില്ല. ഇനി നിങ്ങളുടെ ലൈഫ്, നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് വേണമെങ്കിൽ നിങ്ങൾ ചിലത് മാറ്റിയെടുക്കണം. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരണം. നിങ്ങൾ എന്ത് കാര്യമാവട്ടോ, ഓക്കെ, ഒരു വ്യക്തിയെ വിട്ട് കളയുന്ന, അങ്ങനെ ഒരു സിറ്റുവേഷൻ വിട്ട് കളയുന്ന മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണോ നല്ലതല്ലാത്തത്, ഓക്കെ, അതിനെ നിങ്ങൾ വെട്ടിമാറ്റുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അതിപ്പോൾ ചില ശീലങ്ങളായിരിക്കാം, സ്വഭാവമായിരിക്കാം, നമ്മളെ ചിന്തകളായിരിക്കാം, ഓവർ തിങ്കിങ് ആയിരിക്കാം, എന്ത് കാര്യങ്ങളും ആവാം. ഓക്കെ, ചെറിയ എന്ത് ആവാം നമുക്ക്. ബട്ട് അത് ആ ഒരു തീരുമാനം നിങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ആൻഡ് അത് നിങ്ങൾക്കൊരു ന്യൂ സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ, ആക്ച്വലി ഇവിടെ ഇത് സൺ കാർഡാണ്. സൺ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്, സക്സസ് ആണ്. ആക്ച്വലി ഈ 2 കാർഡും പറയുന്ന ഒരേ ഇതാണ്. നമുക്ക് സക്സസ് വരുന്നു, നിങ്ങൾക്ക് എക്സ്പാൻഷൻ വരുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വരാൻ പോകുന്നു, നിങ്ങൾക്ക് വളരെ കാര്യങ്ങളൊക്കെ എല്ലാം വ്യക്തമായിട്ട് കാണാൻ തുടങ്ങും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും നിങ്ങൾ. അപ്പം നിങ്ങൾക്കറിയും ഇനി ലൈഫിൽ എന്താണ് ഞാൻ മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കും. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആവും. നിങ്ങൾ വളരെ സ്ട്രോങ് ആവും. എനിക്കതാണ് ഇപ്പോൾ മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആവും എന്ന് മാത്രമല്ല, നിങ്ങൾ പ്യുവർ ആവും എന്ന് പറയാം. നിങ്ങളുടെ തോട്ട്സ് പ്യുവർ ആവും. നിങ്ങൾ ഒരുപാട് മേ ബി യൂണിവേഴ്സുമായിട്ട് അടുക്കുന്നുണ്ടാവും. അതുകൊണ്ടും ആയിരിക്കാം. ഇവിടെ ഇത് 10 ആണ് നമ്പർ. ഓക്കെ, 10 and 1 ആണ്. സോ ഇവിടെയും 1 ഉണ്ട്, ആൻഡ് ഇതിലും 10 ഉണ്ടായിരുന്നു. സോ 10 of Cups ആണ്. നിങ്ങൾക്കൊരു ഹാപ്പിനെസ്, സന്തോഷം, ഹാപ്പി ഫാമിലി. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മാരേജിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കാം. നിങ്ങളൊരു ഫാമിലി ഹാപ്പി ആയിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജ് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ സന്തോഷമായിട്ടൊരു കുടുംബ ജീവിതം, ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓൾറെഡി കുടുംബമുള്ളവർക്കായാലും അല്ല ന്യൂ മാരേജ് ആഗ്രഹിക്കുന്നവരായാലും അത് നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് ഓവറോൾ, ഓക്കെ, അതിപ്പോൾ അച്ഛനമ്മ പാരൻസ് ആരും ആയിക്കോട്ടെ, എല്ലാവരുടെയും കൂടെ, അല്ലെങ്കിൽ വൈഫ്, കുട്ടികൾ, ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, എല്ലാവരും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു സമയം നിങ്ങൾക്ക് വരുമെന്നാണ്. ബട്ട് അതിന് മെയിനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ചില കംപ്ലീഷൻസ് ഉണ്ടാവും. ബട്ട് ന്യൂ ബിഗിനിങ് വരും. ആ ന്യൂ ബിഗിനിങ്, ആക്ച്വലി ഇത് നമ്മൾ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന് പറയും. അതിന് ശേഷം ന്യൂ ബിഗിനിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ജഡ്ജ്മെൻറ്റ് ടൈം. യെസ്, നിങ്ങളത് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. അതാണ് മെയിനായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് നമ്മളൊരു പുതിയ തുടക്കം എന്ന രീതിക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ ജോലിക്ക് കയറുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്നതായിരിക്കാം, നിങ്ങളുടെ ടാലൻസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കാം, ഒരു കാര്യത്തിൻ്റെ വീണ്ടും ഒരു സ്റ്റാർട്ടിങ്, ഒരു തുടക്കം. ഓക്കെ, ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞു ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്കിലും എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങും. ഓക്കെ, ഐ തിങ്ക് ആ ഒരു പഴയ നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിതം, ഓക്കെ, അതിൽ നിന്ന് ടോട്ടലി നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഫീൽ ചെയ്യും ദാറ്റ് ഓക്കെ എന്തൊക്കെയോ മാറിപ്പോയല്ലോ, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുൻപ് എന്ന് നിങ്ങൾ ചിന്തിക്കാം. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലും മാറ്റം വരും. ഓക്കെ, ലൈഫിൽ മാത്രമല്ല, ഐ തിങ്ക് നിങ്ങൾ ഓവറോൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള എനർജി, നിങ്ങളുടെ ഒരു എല്ലാം കൊണ്ടും നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾ മാറുന്ന പോലെ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, എന്തോ പറയണം വിചാരിച്ചു ഞാൻ. ഓക്കെ, ഇവിടെ യെസ്, നിങ്ങൾ വല്ലാതെ ഒരു വിഷമിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്കെല്ലാം ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു മട്ട്, ഓൾമോസ്റ്റ് എനിക്കൊന്നും നല്ലത് നടക്കുന്നില്ല, എനിക്ക് മേ ബി ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്ത് കാണാം, ഡിപ്രഷൻ ഫേസ് ചെയ്ത് കാണാം, വിഷമങ്ങൾ ഫേസ് ചെയ്ത് കാണാം. ഓക്കെ, നിങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി നിന്ന് കാണാം. ബട്ട് അതിന് ശേഷം പക്ഷെ ഇവിടെ എല്ലാത്തിനും ഒരു എൻഡിങ്ങിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് വരുന്നു എന്നാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് യെസ് യൂണിവേഴ്സ് ഇപ്പോൾ സമയം മാറാൻ തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അത് നിങ്ങളായിട്ട് എപ്പോഴും നമ്മൾ യൂണിവേഴ്സിനെ സമയം മാറുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ആക്ഷൻസ് കൂടി മാറ്ററാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞത്. ഇത് നടുവിൽ തന്നെ ഇത് വരും ചെയ്തിട്ടുണ്ട്. സോ യെസ്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. അതായത് എന്താണോ ശരി അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു. നല്ലതല്ലാത്ത നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ വെട്ടിമാറ്റാനും തയ്യാറാവുന്ന പോലെ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് അത് മനസ്സിലാക്കി നിങ്ങൾ ഓരോ സ്റ്റെപ്സ് ആയിട്ട് എടുക്കുന്ന പോലെയാണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മ എന്ന് പറയും ചില കാർമിക് സൈക്കിൾ ഉണ്ടാവുന്നതായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ, ഒരു കാർമിക് പീരീഡ് ഉണ്ടാവുന്നതായിരിക്കാം, ഒരു വിഷമം നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, ആ സമയം മാറി വരുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് പറയാം. എൻ്റെ ഇവിടെ ഇതും കൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ഓക്കെ നിങ്ങൾ മുന്നോട്ട് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന പോലെയാണ്. ഓക്കെ, ഒരു സമാധാനപരമായിട്ടൊരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് പ്രതീക്ഷിക്കാം.
ഓക്കെ. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ചേഞ്ചസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി വേണം. ഓക്കെ, ആക്ഷൻ നിങ്ങളുടെ ഭാഗത്ത് വേണം. യൂണിവേഴ്സ് അതിന് വഴി ഒരുക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അവസരങ്ങൾ യൂണിവേഴ്സ് കൊണ്ടും തരുമ്പോൾ നിങ്ങൾ തീരുമാനങ്ങൾ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുക, എന്താണ് എൻ്റെ ലൈഫിൽ നല്ലത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്താ വേണ്ടത്, എൻ്റെ അങ്ങനെ പലതും. എൻ്റെ സോൾ ഗ്രോത്ത് എന്തിലാണ് എന്ന് ചിന്തിക്കാം. എൻ്റെ സോൾ ആഗ്രഹിക്കുന്ന എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, നമുക്ക് ഗൈഡൻസ് ഇതിൽ നിന്ന് കുറച്ച് മെസ്സേജസ് എടുക്കാം. സോറി. Focused intention. Think about what you desire. Set your sights high. Expect the best possible outcome. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് സക്സസ് വരും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളോട് ജസ്റ്റ് ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതാദ്യം മനസ്സിലാക്കൂ. വാട്ട് ഡു യു ഡിസയർ? മറ്റുള്ളവർ എന്തു പറയുന്നു എന്നല്ല. ഓക്കെ, ഇത് ജഡ്ജ്മെന്റ് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെയും ജീവിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ സന്തോഷങ്ങൾ അങ്ങനെയാണോ? അവർ പറയുന്ന പോലെ മറ്റുള്ളവർ, സൊസൈറ്റി പറയുന്നു ഇങ്ങനെ, ഫാമിലി ഇങ്ങനെ പറയുന്നു, അത് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ചെയ്യണം അത് ചെയ്യണം, അങ്ങനെയാണോ നിങ്ങൾ ഇതുവരെ ജീവിച്ചത്? ഓക്കെ, നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോ? എന്ന് വെച്ചാൽ എല്ലാവരെയും അഹങ്കാരത്തോടെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ സോളിന് സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ അവിടെ എന്തോ തെറ്റുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ ജഡ്ജ്മെന്റ് ടൈം വരുന്നത് എപ്പോഴും. കാരണം നിങ്ങളുടെ സോൾ ഹാപ്പി അല്ല. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, അല്ലെങ്കിൽ അവരൊന്ന് ചെയ്തുകൊണ്ടിരുന്നു, അതിലൊന്നും ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അവസാനം മടുക്കാൻ തുടങ്ങും. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൂടി നിങ്ങളുടെ സോൾ ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കൂ. വാട്ട് ഡു യു ഡിസയർ ആൻഡ് സെറ്റ് യുവർ ഇൻറ്റൻഷൻസ് ഹൈ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്, അതും ചെറിയ ഗോൾ, നിങ്ങൾ വലിയ ആഗ്രഹങ്ങൾ വെച്ചോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് എക്സ്പെക്ട് ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം. സണ്ണുണ്ട്, വേൾഡ് കാർഡും ഉണ്ട്, സക്സസിൻ്റെ ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്താലും സക്സസിലേക്ക് എത്തും. ഓക്കെ, ബി ബോൾഡ് ആൻഡ് ബി ടേക്ക് എന്താ പറയുക, ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നത്. ഇന്നർ സ്ട്രെങ്ത്, മൂവ് ബാക്ക് ടു ഹോൾനെസ്, റെക്കഗ്നൈസ് ദാറ്റ് യു ഹാവ് ദ പവർ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇന്നർ പവർ ഉണ്ട്, ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അത് വെച്ച് നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അല്ലേ. കോൾ ടു ആക്ഷൻ, ഞാൻ എന്താ പറഞ്ഞത്, Ace of Swords, call to action, take the leap. Okay, നിങ്ങൾ ചാർജ് നിങ്ങളുടെ കയ്യിലെടുക്കൂ ആ പവർ. പക്ഷേ ഈ ഒരു സോഡിന്റെ പവർ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ വെട്ടാനും ഉപയോഗിക്കാം, എന്താ പറയുക, അങ്ങനെ പറയില്ലേ, വെട്ടി നമുക്ക് നശിപ്പിക്കാനും ഉപയോഗിക്കാം, വെട്ടി നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം എന്നാണ് പറയാം. ഓക്കെ, ആ പവർ പക്ഷെ നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ. ഓക്കെ, സോ യൂസ് ഇറ്റ് ഫോർ ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കൂ. ടേക്ക് ചാർജ്, ലീഡ് ബൈ എക്സാമ്പിൾ, വാക്ക് യുവർ ടോക്ക്. നിങ്ങൾ എന്താണോ പറയുന്നത് അത് ആക്ഷനിലേക്ക് കൊണ്ടുവരൂ. ഓക്കെ, വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, എനിക്കിങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോരാ, നിങ്ങൾ ചെയ്യൂ. മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ചെയ്ത് കാണിക്കൂ. ആസ് എൻ എക്സാമ്പിൾ നിങ്ങൾ കാണിച്ചു കൊടുക്കൂ എന്നാണ് പറയുന്നത്. ബി എ ലീഡർ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഇപ്പം നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. ഓക്കെ, ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മറികടന്ന് വരുമ്പോൾ അത് മറ്റുള്ളവർ കൂടി കാണുമ്പോൾ അവർക്ക് കൂടി ഒരു ഇൻസ്പിറേഷൻ ആണ്. സോ അങ്ങനെ ചെയ്ത് കാണിക്കൂ എന്നാണ് പറയുന്നത്. കൃഷ്ണ, ഡിവോഷൻ, ട്രസ്റ്റ് യുവർ സ്പിരിച്വൽ ഗൈഡൻസ്, യുവർ കമ്മിറ്റ്മെന്റ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ്, യു ആർ ലവ്ഡ് അൺകണ്ടീഷണലി. സി, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്, ദൈവമുണ്ട്. നിങ്ങൾ ഏത് ഭഗവാനെ വിശ്വസിക്കുന്നോ ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ മേ ബി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് കുറ്റപ്പെടുത്തി ചീത്ത പറഞ്ഞൊക്കെ ഇതാക്കി ഉണ്ടാവാം. ബട്ട് അതൊന്നും ഭഗവാനാകും ദൈവത്തിനാകും പ്രശ്നമല്ല. ഓക്കെ, നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കരച്ചിൽ കാണുന്നുണ്ട്, നിങ്ങളുടെ കണ്ണീര് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വിഷമങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരിക്കലും നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ പവറിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഭഗവാൻ വെയിറ്റ് ചെയ്യുന്നത്, വേറൊന്നിനുമല്ല. നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ഒപ്പത്തിനൊപ്പം യൂണിവേഴ്സ് ഉണ്ടാവും, ദൈവം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ശരിക്കും നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. അത് ഏത് ഫീൽഡിലായാലും ശരി, ജോലിയിലായാലും റിലേഷൻഷിപ്സിലായാലും ഫാമിലിയിലായാലും ഒക്കെ. ഓക്കെ, നിങ്ങൾ എന്താണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് എല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് അതൊന്നും നഷ്ടപ്പെടില്ല എന്ന് ഒരു ഉറപ്പ് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. യു ആർ ലവ്ഡ് അൺകണ്ടീഷണലി ബൈ ഗോഡ്. ഓക്കെ, Dharma unfolding, remember that you are on a path, take one step at a time to happiness. ഞാൻ അത് പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കും.
ഓക്കെ, ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതൊരു നമ്മളൊരു കാര്യം നമ്മൾ തുടങ്ങുന്ന പോലെയാണ്. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും പഠിക്കാനായിരിക്കാം, എന്തെങ്കിലും കരിയറിലായിരിക്കാം, ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യൂ ആദ്യം. ഓക്കെ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ആദ്യം അപ്ലൈ ചെയ്യൂ. ഒരു എന്താ പറയുക, ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കൂ എന്നാണ് പറയുന്നത്. ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ആൻഡ് നിങ്ങളെ യൂണിവേഴ്സായിട്ട് നയിക്കുന്നുണ്ട് മുന്നോട്ട് എവിടേക്കോ. ഓക്കെ, നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കും. സോ ജസ്റ്റ് കീപ് ഗോയിങ്. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം എടുക്കൂ. ഓക്കെ, ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങളെടുത്ത് മുന്നോട്ട് പോകൂ എന്നാണ്. എനിക്ക് എന്തുകൊണ്ടോ ഒരു കാർഡ് കൂടി എടുക്കാൻ തോന്നുന്നു. നല്ല മെസ്സേജസ് വരുന്നുണ്ട്. സോ magic manifesting, wow, beautiful. Your dreams, visions and goals are becoming reality. Stay focused. Actually വേൾഡ് കാർഡ് നമുക്ക് ഇങ്ങനെ കൂടി പറയാറുണ്ട്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒക്കെ നടക്കും എന്ന് കൂടി പറയും. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന രീതി കൂടി നമ്മളിത് പറയും. കാർഡ് ഓഫ് മാനിഫെസ്റ്റിംഗ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയോ തന്നെ പറയുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, ഓക്കെ, അത് റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ ഇനി ഫോക്കസ് വിട്ട് കളയരുത്. ഓക്കെ, എന്താ പറയുക, ഗിവ് അപ്പ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ മനസ്സിൽ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ഓക്കെ, അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ജസ്റ്റ് കീപ് ഗോയിങ്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങൾ എഫേർട്സ് ചെയ്യുക. തീർച്ചയായിട്ടും അതിന് സക്സസ് നിങ്ങൾക്ക് വരും. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ സോൾ, ഓക്കെ, നിങ്ങളുടെ യുവർ സോൾ ഇസ് കോളിങ്. നിങ്ങൾ ഇനി വിഷമിച്ചിരിക്കാനും ഡിപ്രഷനിലിരിക്കുക അങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരില്ല എന്നല്ല. പക്ഷെ അതിൽ തന്നെ ഇരുന്ന് നമ്മൾ ലൈഫ് വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അതിൻ്റെ ഒപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് പറയുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടായാലും ശരി നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വിഷമിച്ചിട്ടായാലും ശരി അവനവനെ പുഷ് ചെയ്ത് കുറച്ച് നേരം വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ, ഞാൻ എനിക്ക് ഇത് പറഞ്ഞു തരത്തിന് ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം വിഷമിച്ചിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് വരാം. എന്നിട്ട് പിന്നെയും കുറച്ച് നേരം വിഷമിച്ചോളൂ, വിരോധമില്ല. ഓക്കെ, ജസ്റ്റ് കീപ്. പക്ഷെ എന്നാലും അവനവനെ പുഷ് ചെയ്ത് ഡെയിലി നമ്മൾ അങ്ങനെ ചെയ്ത് വരാം. ഓക്കെ, കുറച്ചായിട്ടെങ്കിലും നിങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരും. ഒന്നും കിട്ടില്ല എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ നല്ലത് അത് തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.